പാലരുവി എക്സ്പ്രസിലെ ഇരുളടഞ്ഞ ജനറൽ കമ്പാർട്ട്മെന്റിൽ 6 വയസ്സുകാരിക്ക് നേരെ നീണ്ട ആ അശുഭകരമായ കൈകളെ പൂട്ടിയത് വീണ എന്ന യുവതിയുടെ അസാമാന്യമായ ധൈര്യമാണ്. തെളിവില്ലാത്തതിന്റെ പേരിൽ പ്രതികൾ രക്ഷപ്പെടുന്ന പതിവ് കാഴ്ചകൾക്ക് വിരാമമിട്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തിയും വീണ പകർത്തിയ ആ ദൃശ്യങ്ങൾ ഇന്ന് നിയമത്തിന് മുന്നിൽ സാനിഷ് എന്ന പ്രതിയുടെ കുറ്റസമ്മതമായി മാറുന്നു. കൊട്ടാരക്കര കോട്ടാത്തല വിപിൻ ഭവനിൽ VS വീണ തന്റെ അമ്മയുടെ ചികിത്സയ്ക്കായി തിരുനെൽവേലിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. ട്രെയിൻ പുറപ്പെട്ട സമയം മുതൽ സാനിഷിന്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ദർശിച്ച വീണ ഉറക്കമില്ലാതെ അയാളെ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഈ ജാഗ്രതയാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ ക്രൂരമായ പീഡനത്തിൽ നിന്ന് രക്ഷിച്ചത്. പുലർച്ചെ 1 ട്രെയിൻ തെന്മല പിന്നിട്ടപ്പോഴായിരുന്നു സംഭവം. തറയിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങിക്കിടന്ന തെങ്കാശി സ്വദേശിയായ 6 വയസ്സുകാരിയെ സാനിഷ് ബെഡ്ഷീറ്റോടെ എടുത്തുയർത്തി തന്റെ മടിയിലിരുത്തി. എല്ലാവരും ഉറക്കത്തിലാണെന്ന് ഉറപ്പുവരുത്തിയ പ്രതി ബെഡ്ഷീറ്റിന്റെ മറവിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാൻ തുടങ്ങി. എന്നാൽ തൊട്ടടുത്ത് ഇതെല്ലാം നിരീക്ഷിച്ചിരുന്ന വീണ തന്റെ മൊബൈൽ ക്യാമറ തുറന്നു. പ്രതി പോലീസിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കാൻ കൃത്യമായ ദൃശ്യങ്ങൾ തന്നെ അവർ പകർത്തി. കുട്ടി സ്വന്തം മകളാണെന്ന് വരുത്തി തീർക്കാൻ സാനിഷ് ശ്രമിച്ചെങ്കിലും സഹയാത്രികരിൽ നിന്ന് കുട്ടി അയാളുടേതല്ലെന്ന് വീണ ഉറപ്പുവരുത്തിയിരുന്നു. പീഡനം തുടരുന്നത് കണ്ടതോടെ വീണ ധീരമായി ഇടപെട്ടു. സാനിഷിന്റെ മുഖത്തടിക്കുകയും ബഹളം വെച്ച് സഹയാത്രികരെയും കുട്ടിയുടെ ബന്ധുക്കളെയും ഉണർത്തുകയും ചെയ്തു. ബഹളത്തിനിടയിൽ സാനിഷ് മറ്റൊരു കമ്പാർട്ട്മെന്റിലേക്ക് കടന്നുകളഞ്ഞെങ്കിലും വീണ പകർത്തിയ വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന് വലിയ തുമ്പായി. പെൺകുട്ടിയും കുടുംബവും പരാതി നൽകാതെ തെങ്കാശിയിൽ ഇറങ്ങിപ്പോയത് കേസിനെ ബാധിക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് പുനലൂർ റെയിൽവേ പോലീസ് പ്രത്യേക സംഘം രൂപീകരിച്ചു. വീണ കൈമാറിയ ദൃശ്യങ്ങൾ വെച്ച് നടത്തിയ തിരച്ചിലിൽ ഒടുവിൽ കൊല്ലം അയത്തിലുള്ള കോഴിക്കടയിൽ നിന്ന് സാനിഷിനെ പോലീസ് പൊക്കി. ആ നിമിഷം പ്രതികരിക്കാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ രക്ഷിക്കാനായത്. വീണയുടെ ഈ വാക്കുകൾ ഇന്ന് കേരളം മുഴുവൻ ഏറ്റെടുക്കുകയാണ്. ഒരു ഫോട്ടോയോ വീഡിയോയോ ഇല്ലായിരുന്നുവെങ്കിൽ സാനിഷ് എന്ന ഈ ക്രിമിനൽ ഇന്നും നമുക്കിടയിൽ മാന്യനായി വിലസുമായിരുന്നു. വീണ എന്ന സഹയാത്രിയുടെ ജാഗ്രത ഒരു കുഞ്ഞിന്റെ ജീവിതമാണ് കാത്തത്.